ഞാൻ ഇന്നത്തെ ഒരു പത്രത്തിൽ വായിച്ചൊരു കാര്യത്തിനെ പറ്റി അത് വെച്ച് തുടങ്ങാം. ഗാർഡിയൻ ന്യൂസ് പേപ്പർ ഞാൻ എഴുതിയിട്ടുള്ളതുമാണ് പണ്ട്. അവരുടെ ഒരു കഥ ഇന്ന് ഡിഡിയർ ഡെഷാംസ് പണ്ടത്തെ രീതികൾ മറന്നിട്ട് അത് കാരണം പണി കിട്ടി. പണ്ടെപ്പോഴും ഒരു കെജി സ്റ്റൈൽഡ് ആദ്യം ഡിഫൻസ് ഫസ്റ്റ് അങ്ങനെ കളിച്ചൊരു ടീമായിരുന്നു. ഈ ലോകകപ്പിൽ ഫുൾ അറ്റാക്കാക്കി മാറ്റി. അതിന് പക്ഷേ സ്പെയിനിനെതിരെ പണി കിട്ടിയെന്നാണ്. അത് പറയുന്നത് ശരിയാണോ ശരിക്കും? അല്ല. കാരണം ഇന്നലത്തെ കളിയിൽ ഇപ്പം ഏത് ടീം വന്നാലും സ്പെയിൻ അടിച്ചിട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. കാരണം അത്രമാത്രം സ്പെയിൻ ഇന്നലെ ഡോമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറ്റം പറയാനാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതുവരെ ഇന്നലത്തെ മാച്ച് വരെ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും നല്ല ടീമായിട്ട് നമ്മളെല്ലാവരും കണ്ടത് അതെ, ഫ്രാൻസ്. എല്ലാവരും പ്രവചിച്ചതും അത് അപ്പോൾ തന്നെയായിരുന്നു. അവരെ ശൈലി മോശമായത് കൊണ്ടല്ലല്ലോ അത്. അതെ. പക്ഷേ ഇന്നലത്തെ മാച്ച് വരുമ്പോൾ സ്പെയിൻ ഒരു എന്താ പറയുക 1, 2, 3 ലെവൽ അപ്പായിന് എന്ന് വേണമെങ്കിൽ പറയാം. 80-85 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഒരു സ്ട്രൈക്ക് അതെ, പോസ്റ്റിലേക്ക് പോകുന്നത്. അതെ. അത് ഫസ്റ്റ് ഹാഫിൽ 5 ഷോട്ട് അങ്ങാട്ടാണ് ആകെ ഇവർക്ക്. അതായത് ആലോചിക്കേണ്ടത് എംബാപ്പെ, ഒലീസെ, ഡെംബലെ അടങ്ങിയ ഇത്രയും വലിയ സ്ട്രൈക്ക് ഫോഴ്സ് നിൽക്കുമ്പോൾ അവർക്ക് പോസ്റ്റിലേക്ക് ഒരു ഷോട്ട് പോലും അടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി സ്പെയിൻ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് റോഡ്രിയും കുട്ടികളും എന്താ പറയുക അടപടലങ്ങ് പൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിൽ എത്രത്തോളം പ്രധാനമായിരുന്നു പെനൽറ്റി എന്താ വെച്ചാൽ ഞാൻ ഇരിക്കുമ്പോൾ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ് ഫ്രാൻസ് നോക്കി സ്പെയിൻ എങ്ങനെയാണ് കളിക്കണം. അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ് ശരിക്കും ഫ്രാൻസിനായിരുന്നു കൺട്രോൾ. ആ ബാർക്കോളയുടെ ഒരു ചിപ്പും ബോക്സിലേക്ക് ഒരു ഓട്ടം, അത് കോർണറായി. പിന്നെ ഒരു ജസ്റ്റ് ഒരു പാസ് ഒളീസെ മിസ് ചെയ്ത്. എംബാപ്പെ ഓപ്പൺ ആയിരുന്നു ഡിഫൻസ് സ്ട്രെച്ച്ഡ് ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ ക്രോസ് വരുന്നു, പെനൽറ്റി വരുന്നു. അതോടെ പെനാൽറ്റി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പക്ഷെ ആ പെനാൽറ്റിനെ പോലും ഞാൻ കാണുന്നത് ഈ പറയുന്ന സ്പെയിനിന്റെ ബുദ്ധി ഉപയോഗിച്ചുള്ള സാധനമാണ്. കാരണം ഈ ഒരു വിങ് ബാക്കിന്റെ ടച്ച് മോശമാകുമെന്നും ആ മോശമായാൽ ഒരു പെനാൽറ്റിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളതും യമാൽ മനസ്സിലാക്കി എന്നുള്ളതാണ്. ആ ടച്ച് മോശമാവുകയും ചെയ്തു, അത് അയാൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളത്. പുറകിൽ ആരാ ഉള്ളതെന്ന് പോലും വിങ് ബാക്ക് നോക്കിയിട്ടില്ല. കാരണം മേ ബി അയാളൊന്ന് ഓപ്പൺ ചെയ്തിരുന്നെങ്കിൽ ബേക്കിൽ ഇന്ന ആളുണ്ട്, അടിക്കാൻ പാടില്ല എന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതിൻ്റെ കൂടി പേരിലാണ് ഈ പറയുന്ന അടി വന്നതും പെനാൽറ്റി വരുന്നതും. പക്ഷെ അത് ഞാൻ കൊടുക്കുക പോയിന്റ് എപ്പോഴും അറ്റാക്കർ ഇതാണ്. കാരണം അയാൾ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവിടെ ഒന്ന് തൊട്ടാൽ പെനാൽറ്റി കിട്ടുമെന്ന് അറിയുന്ന ഒരു സാധനം യമാൽ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചു. നേരെ കൊണ്ടുപോയിട്ട് അയാൾ പുറത്തോ മറ്റോ ആണ് ബോൾ കൊള്ളുന്നത്, ഷോൾഡറിനോ മറ്റോ ബോൾ കൊള്ളുന്നത്. പക്ഷെ അയാൾ ആ ഒരു ചാൻസ്, സ്ട്രൈക്കർ എപ്പോഴും ചാൻസ് നമ്മളെ മനസ്സിലുണ്ടാവണം ഇതിങ്ങനെ വരാം. അപ്പൊ അത് വരും എന്ന് മനസ്സിലാക്കി അയാൾ അതിനനുസരിച്ച് മൂവ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അയാൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത്. അത് മാച്ചിനെ കംപ്ലീറ്റ് മാറ്റിമറിച്ചു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. പക്ഷെ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്ത് 3 കാര്യങ്ങൾ. ആ പെനൽറ്റി ഒന്ന്, അതിന് മുമ്പ് ഏഡ്രിയൻ റാബിയോന് യെല്ലോ കാർഡ് കിട്ടുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡ്ഫീൽഡർ, അവരുടെ റോഡ്രി എന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നീട് പെനൽറ്റി കഴിഞ്ഞ് 7 മിനിറ്റ് കഴിഞ്ഞ് സലീബ പരിക്കായി. സെൻട്രൽ ഡിഫൻസീവ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞത് എല്ലാ ടീമിനും പാടാണ്. അപ്പൊ അങ്ങനെ എല്ലാം പാളിപ്പോയ പോലെ ഒരു എല്ലാം പാളിപ്പോയ പോലെയല്ല, പാളിപ്പോയതാണ്. എല്ലാം പാളിയതാണ്. അവരെ ഈ പറയുന്ന ഡിഫൻസിന്റെ ഇഞ്ചുറി വന്നതടക്കം. കാർഡ് പിന്നെ മാച്ചിന്റെ ഭാഗമാണ്. പക്ഷെ അവരെ പ്ലാനുകൾ ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. അതിന് ഇഞ്ചുറി മാറ്റി കാർഡ് കാരണം കളിക്കാരനെ മാറ്റേണ്ടി വന്നു. ഹാഫ് ടൈം ഇവന് റെഡ് കിട്ടുന്ന ഏകദേശം ഉറപ്പാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒലീസയ്ക്ക് ഒരു കാർഡ് ഉണ്ട്, കൊടുത്തിട്ടില്ല. റോഡിനെ ടാക്കിൾ ചെയ്തതിന് ശരിക്കും കാർഡ് കൊടുക്കുക. പക്ഷെ കാർഡ് കളിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളതാണ്. ഫ്രാൻസിന്റെ പ്ലാനുകൾ അല്ലെങ്കിൽ ഫ്രാൻസ് ഇതുവരെ എന്താണോ ഈ വേൾഡ് കപ്പ് കാണിച്ചത് അതൊക്കെ സ്പെയിന് തകിടം മറിച്ചു എന്നുള്ളതാണ്. ആ കളിയോ എന്താ പറയാ ആ ഒരു അറ്റാക്കിങ്ങോ ഒന്നും ചെയ്യാൻ സ്പെയിൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അതായത് കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയധികം ഒരു എന്താ പറയാ നമ്മളൊരു തുല്യ ശക്തികൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീം മറ്റൊരു ടീമിനെ ഇത്രയധികം ഡോമിനേറ്റ് ചെയ്ത് കാണുന്നത് കുറെ കാലത്തിന് ശേഷമാണ്. അടയാളപ്പെടുത്തുക കാലമേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. പക്ഷെ ബ്ലോക്കുകളെ വകഞ്ഞു മാറ്റിയത് ഗോൾ. കളിയിൽ മാത്രമല്ല ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റൂ, ജീവിതത്തിൽ വിജയിക്കൂ. BKCC ഹാർട്ട് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. കോൺടാക്ട് 9746722922. 2 കൊല്ലം മുമ്പ് റോഡ്രിക്ക് ബാലോൺ ഡോർ കൊടുത്തപ്പോൾ ഭയങ്കര വിമർശനമായിരുന്നു. വിനീഷ്യസിന് കിട്ടണമായിരുന്നു, വേറെ ആർക്കെങ്കിലും കിട്ടണമായിരുന്നു, എങ്ങനെ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർക്ക് നിങ്ങൾ കൊടുത്തു, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ. ഇന്നലെ ശരിക്കും ഞാൻ കണ്ടത് ഒരു ബാലോൺ ഡോർ പെർഫോമൻസ്. ഒറ്റ ഡ്യൂവല് റോഡ്രി തോറ്റിട്ടില്ല ഇന്നലെ. ഫുൾ കളി കൺട്രോൾ ചെയ്തു. എല്ലാ സമയത്തും തൻ്റെ അടുത്ത് ബോൾ ഇല്ലാത്തപ്പോൾ
എന്താ ബസ് കണ്ടക്ടർ പറയണ പോലെ നീ അങ്ങോട്ട് പോന്ന് പറഞ്ഞ് ഇങ്ങനെ ഈ ചർച്ചകൾ തന്നെ ആവശ്യമില്ലാത്തതാണ് ബാലൻഡോർ. അതായത് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത് സ്റ്റാറ്റ്സ് മാത്രം നോക്കിയിട്ടാണ്. ആരാണ് കൂടുതൽ ഗോൾ അടിച്ചത്, ആരാണ് അസിസ്റ്റ് കൊടുക്കുക, അതായത് അറ്റാക്കേഴ്സിന് എപ്പോഴും അതെ അതിലൊരു പ്രസക്തിയാണ്. പക്ഷേ കളി നിയന്ത്രിക്കുന്നത് ഇതേപോലെയുള്ള ആൾക്കാരാണ്. റോഡ്രി പോലുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആണ് ശരിക്കും ഒരു ടീമിന്റെ അതെ എൻജിൻ എന്ന് പറയുന്നത്. അതെ അതായത് അവരാണ് കളി ഉണ്ടാക്കുന്നത്. ഇപ്പൊ വിനീഷ്യസ് ഗോൾ അടിക്കണമെങ്കിൽ അവിടെ ക്രൂസ് വേണം, അതെ ക്രൂസ് ഇല്ല എങ്കിൽ അത് അതെ അല്ലെങ്കിൽ മോഡ്രിച്ച് വേണം, അതെ അല്ലെങ്കിൽ അയാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോവുക എന്നുള്ളതാണ്. പക്ഷെ അത് റോഡ്രിക്ക് എന്താ പറയാ, മേ ബി ഭാഗ്യത്തിന്റെ ഇത് വേണമെങ്കിൽ പറയാം, അവരെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. ആ ശ്രദ്ധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബാലൻഡോർ കിട്ടുന്നത്. അർഹതപ്പെട്ട അവാർഡാണ് അത്, അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് അയാൾ ഇന്ന് കൂടി കാണിച്ചു തന്നത്. അതെ കാരണം സിമ്പിൾ ആയിട്ട് പറയാം, ഇപ്പം വിനീഷ്യസിനെക്കാട്ടും നല്ലോണം നമ്മൾ കളിക്കുന്നു എന്ന് പറയുന്ന എംബാപ്പെ, ഡെമ്പലെ, ഈ പറയുന്ന അതെ മൂന്നാളെയും അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് അതെ പറയുന്നത് അയാളെ കൂടെ കഴിവുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഒരു പ്ലെയർ വരുന്നത്, അല്ലെങ്കിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എല്ലാ രീതിയിലും അർഹിക്കുന്ന സാധനം, എല്ലാ രീതിയിലും അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ്, അതൊക്കെ കൊണ്ടാണ് ഫ്രാൻസിന് ഒന്നും ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. ഇന്നലെ കളിക്ക് മുമ്പ് ഞങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് റോഡ്രി എങ്ങനെ ഒളീസെ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് ഒരു നമ്പർ 10നെ മറ്റേ നമ്പർ 6 എങ്ങനെ നോക്കും. പക്ഷെ മറ്റേ വശത്ത് സ്പെയിനിന്റെ നമ്പർ 10നെ പറ്റി അധികം ആരും സംസാരിക്കാറില്ല. പക്ഷെ ഈ ടൂർണമെന്റ് മുഴുവൻ ഇന്നലെ പ്രത്യേകിച്ചും വേറെ തന്നെ ഒരു ലെവലിലാണ് കളിച്ചത്. ഈ ടൂർണമെന്റ് മൊത്തം ഒരു അൺസങ് ഹീറോ എന്ന് പറയുന്ന ഒരു പ്ലെയർ ആണ് ഈ പറയുന്ന പ്ലെയർ. പക്ഷെ ഇന്നലത്തെ നമുക്കിപ്പോ ഒരു പ്ലെയറിനെ എടുത്തിട്ട് അല്ല, അത് സംസാരിക്കുക ഒരു പറയുന്നത് പ്ലെയറെ പാടാണ് മാത്രം ഇന്നലത്തെ ഒരു പറയല്ല. മാച്ചിൽ. അതെ കാരണം ഇന്നലത്തെ സ്പെയിനിന്റെ മാച്ചിൽ ഞാൻ ഇപ്പം പറയുന്നത് വേറെ ഒരു കാരണം കൊണ്ടല്ല. ഈ ഹൈപ്പ് മുഴുവൻ ഒളീസെ പറ്റിയും ഫ്രാൻസ് നമ്മളെപ്പോഴും, അതായത് അറ്റാക്കേഴ്സിനെ നമ്മളിപ്പോഴും ഗോൾ പറ്റിയിട്ടായിരുന്നു. അടിക്കുന്നതും അതെ അത് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ അതെ ഗോൾ അടിക്കുന്നതും അസിസ്റ്റ് ആക്കുന്ന ആളെ പറ്റിയൊക്കെയാണ് എപ്പോഴും സംസാരമുണ്ട്. അതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളാണ് ഇതേപോലെയുള്ള ആൾക്കാർ. പക്ഷെ നമ്മൾ ഇവരൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അതായത് ഇപ്പം ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നല്ലോണം കളിക്കുന്നത്, അതിലും ഒരു ലെവൽ അപ്പാണ് ഇപ്പം സ്പെയിനിന് വേണ്ടി കളിക്കുന്നത്. ഈ ടൂർണമെന്റ് മൊത്തം എടുത്ത് നോക്കിയാൽ എനിക്ക് കൂടുതൽ അസിസ്റ്റ് ചിലപ്പോൾ സ്പെയിനിന്റെ മൂപ്പർക്കായിരിക്കും. അല്ലെങ്കിൽ കളി അറ്റാക്കിന്റെ എല്ലാ സാധനങ്ങളും റോഡ്രി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അറ്റാക്ക് അതെ മൂപ്പര് നിന്നാണ് എല്ലാ സാധനങ്ങളും തുടങ്ങുന്നത്. ബോൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, പാസിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും, ഡിഫൻസിനെ എന്താ പറയുക ബ്രേക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും മുന്നിൽ നിൽക്കുന്ന പ്ലെയറാണ്. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എംബാപ്പയും ഒലീസിയവും ആണ് എന്നുള്ളത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം. കാരണം ഫ്രാൻസ് ചിലപ്പോൾ അയാളെ പറ്റി കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അയാളെ മാർക്ക് ചെയ്യാൻ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് എനിക്ക് വേറെ വലിയൊരു അതിശയം 2 19 വയസ്സുകാർ, ഒന്ന് യമാല് പിന്നെ ഫോർവേഡ് പൊസിഷനിൽ കളിക്കേണ്ട ആ പ്രഷർ വേറെ തന്നെയാണ്. മറ്റാള് സെന്റർ ബാക്കായി കുബാസി ആ കളിക്കുന്നത് എംബാപ്പയാണ് തടുക്കേണ്ടത്. പക്ഷെ 85-ാം മിനിറ്റ് വരെയായിട്ട് എംബാപ്പയ്ക്ക് ഒരു ഷോട്ട് പോലും ശരിക്കും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്പെയിനിന്റെ കളികളിൽ പലതും നമ്മൾ കാണുന്നത് അൺസങ് ഹീറോകളെയാണ്. അതായത് മേ ബി ഈ ടൂർണമെന്റിൽ ഏറ്റവും നല്ല ഡിഫൻഡർ ഇയാളായിരിക്കാം. കാരണം ഒറ്റ ഗോൾ വാങ്ങിയിട്ടില്ല. ഒന്ന് ഒറ്റൊരു ബെൽജിയമിനെതിരെ ഗോളോ അതെ മറ്റോ അതെ വാങ്ങിയിട്ടുള്ളൂ. അതായത് 7 കളിയായില്ലേ, അതെ 7 കളിയിൽ ഒരു ഒരു ഗോളാണ് ഗോള് വാങ്ങിയില്ല. അതെ ചെറിയ കാര്യമല്ല. അല്ല കളിക്കുന്നതൊക്കെ വലിയ ടീമിനെതിരെയാണ്, അതെ എല്ലാം ഈ പറയുന്ന ലോകത്തിലെ നമ്പർ 1 ടീമിനെതിരെയാണ്. അപ്പോൾ ഗോള് വാങ്ങുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യം, നോർമലി നമ്മൾ സ്പെയിനിനെ കാണുമ്പോൾ കൂടുതൽ ഗോൾ അടിക്കുന്ന ഒരു ടീമായിരുന്നു. പക്ഷെ ഇപ്പം അധികം ജയിച്ചിട്ടുള്ളത് 1 ഗോള് 2 ഗോള് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ജയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇവരെ കളി എന്താ ഇങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പോഴാണ് അതിന്റെ ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്നലത്തെ കളി കാണുമ്പോഴാണ് അത് മനസ്സിലായത്. ഗോള് അവരടിക്കുന്നുണ്ട്, അത് തിരിച്ചടിപ്പിക്കുന്നില്ല എന്നുള്ള 2 പണിയും ഒരുമിച്ച് ഇപ്പം നടക്കുന്നുണ്ട്. പണ്ട് നമ്മൾ കാണുന്ന പോലെ ഗോൾ അടിച്ച് ഗോൾ വാങ്ങുക എന്നുള്ളത് മാറ്റി നിർത്തിയാൽ 2 പണിയും ഇപ്പൊ കൃത്യമായിട്ട് സ്പെയിനിന്റെ കാര്യത്തിൽ ഈ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ കണ്ടിട്ടുള്ള വേറൊരു വലിയ മാറ്റം, നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സ്പെയിൻ ടീം ചാവി, ഇനിയസ്റ്റ, ജെറാർഡ് പീക്കെ, അവർ ടോറസ്, വിയ ഇവരൊക്കെ ഉണ്ടായിരുന്ന ടീം, അത് മറ്റേ പൊസിഷൻ ബേസ്ഡ് മാത്രമായിരുന്നു. അവർ 90 മിനിറ്റും ബോൾ അവരുടെ കയ്യിലായിരിക്കും, ഗോൾ അടിക്കുകയും ചെയ്യും. പക്ഷെ ഈ ടീമിന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനും പറ്റുന്നു. അത് എനിക്ക് തോന്നുന്നു അവർ കുറേ ഇപ്പം ഇന്നലത്തെ 2ാമത്തെ ഗോൾ അത് അവിടുന്ന് കീപ്പർ ഓൾമോന് ബോൾ കൊടുത്തിട്ട് ഓൾമോ അത് മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ് ആ മൂവ് തുടങ്ങുന്നത്. പെട്ടെന്ന് ഫ്രാൻസിന് ഈ ഫ്ലാങ്കിലേക്ക് എത്തിയപ്പോൾ അവിടെ ഡുക്കാഡിനിയുടെ പോക്ക് മാച്ചായിരുന്നു ഇന്നലെ പൊതുവെ. എന്തുകൊണ്ട് 72 മിനിറ്റ് കളിപ്പിച്ചു എന്ന് എനിക്കറിയില്ല. അത് നോക്കുമ്പോൾ ഈ സ്പെയിൻ ടീമിന് രണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ പൊസിഷനും ഉണ്ട്. സ്പെയിൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അതായത് നമ്മളെ റെസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്ന ശൈലി ഉണ്ടല്ലോ, അതായത് അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഓൾറെഡി ഡിഫൻസിന് പ്രിപ്പയർഡ് ആണ്. നമ്മുടെ അടുത്ത് നിന്ന് ബോൾ പോയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഇന്നലെ കൃത്യമായിട്ട് കണ്ടു. അതായത് ഫ്രാൻസിന്റെ പ്രത്യേകത അവരെ സ്പീഡ്, കൗണ്ടർ അറ്റാക്കും സാധനങ്ങളും വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് ഇവർ ബോൾ മിസ്സാകുമ്പോഴേക്കും ഒരു കൂട്ടം പോയി ബോളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ പിടിച്ച് കൂട്ടിയിട്ടു. എംബാപ്പേനെ അനങ്ങാൻ വിട്ടിട്ടില്ല. അത്
അനങ്ങാൻ വിടാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കളി നടക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ബോൾ കിട്ടുവാണെങ്കിൽ എംബാപ്പയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഈ പറ്റും. മിഡ്ഫീൽഡത്തെ കളിക്കാരുടെ കാര്യത്തില് ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും പാസ് ചെയ്യാൻ അറിയാം. മറ്റേ സ്ലൈഡ് റൂൾ വെച്ച് വരച്ച് പാസ് ചെയ്യണ പോലെ. പക്ഷെ ഇവർക്കൊക്കെ ബോൾ വെച്ച് ഓടാനും പറ്റും. ബോൾ ക്യാരിയേഴ്സും ആണ് ഇവരെല്ലാവരും. ഫാബിയൻ റൂയിസ് ആയാലും റോഡ്രി, എല്ലാവരും ഓൾമോ, ഇവർക്കൊക്കെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് അല്ലേ ഒരു ടീമിന്. നിങ്ങൾക്ക് ഒരു കളിക്കാരന് എല്ലാം ചെയ്യാൻ പറ്റണു എന്നുള്ളത്. പ്രത്യേകിച്ച് മിഡ്ഫീൽഡിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാകുന്ന പറയുന്നത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഇവരാണ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നതാണ് നമ്മൾ ഫുട്ബോളിൽ ഇതിന്റെ ഒരു എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. അവിടുത്തെ പ്ലേയേഴ്സ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചം, എല്ലാം ചെയ്യാൻ പറ്റും. ഡിഫൻസ് ചെയ്യാൻ പറ്റും, അറ്റാക്ക് ചെയ്യാൻ പറ്റും, ഇവരെ അറ്റാക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ബോൾ ഉള്ളപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പൊസിഷൻ കൊടുക്കാൻ പറ്റും, ബോൾ ഇല്ലാത്തപ്പോൾ അതിനനുസരിച്ചുള്ള അങ്ങനെ A to Z എല്ലാവരും വളരെ കൃത്യമായി ചെയ്യുമ്പോൾ ആ ടീമിന് കാര്യങ്ങൾ എളുപ്പമാണ്. അതാണ് ഇന്നലത്തെ കളിയിൽ മനസ്സിലായത്. കാരണം ഇവർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്പെയിനിന്റെ എല്ലാ പ്ലേയേഴ്സും മേ ബി 9.5 ആയിരിക്കും ഇന്നലെ. ഇനി ഇത് കളിച്ചിട്ടുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പൊ സ്പെയിനിന്റെ ബോൾ വെച്ചുള്ള കളി, അതിന്റെ മികവ് എല്ലാവർക്കും അറിയാം. ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അറിയാം. അവർ ബോൾ എങ്ങനെ പാസ് ചെയ്യുന്നു, എങ്ങനെ അത് വെച്ച് ഓടുന്നു. പക്ഷെ ഇന്നലെ ഞാൻ ശരിക്കും ശ്രദ്ധ വെച്ചത് അവരുടെ ഓഫ് ദ ബോൾ കളി. അവർ ഓരോരുത്തർ എപ്പോൾ സപ്പോർട്ടിങ് റണ്ണിൽ പോകുന്നു, റിസീവ് ചെയ്യാൻ തിരിച്ചിവിടെ എത്തുന്നു. ഓഫ് ദ ബോൾ കളി ശരിക്കും അൺബിലീവബിൾ ആയിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ്. അതായത് ബോളിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഓഫ് ദ ബോൾ ആയിരിക്കും എപ്പോഴും കൂടുതൽ ഓടേണ്ടി വരിക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോഴും ഓടണം, ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഓടണം. ഇതിൽ ഒരു പ്ലെയറിന് പൊസിഷൻ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എവിടെ പോകണം, അതായത് ഇപ്പം എൻ്റെ ഒരു വിങ്ങറിൻ്റെ അടുത്ത ബോൾ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ ഉണ്ടാവണം, അവൻ ഏതായിരിക്കും അഡ്വാൻറ്റേജ്, അവന് സഹായം എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിയണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓടണം. അതേപോലെ തിരിച്ചു വരുമ്പോൾ ബോൾ മിസ്സാക്കിയാൽ ഞാൻ എവിടെ ഉണ്ടാവണം, എങ്ങനെ ഉണ്ടാവണം, എൻ്റെ പൊസിഷൻ ഏതാണ്, ഏത് പ്ലെയറിനെയാണ് ഞാൻ മാർക്ക് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ബാധകമാണ്. അപ്പോൾ ഈ പറയുന്ന ബോൾ അത് ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരും അപ്പോൾ ബോൾ ഇല്ലാത്തപ്പോഴാണ് ഈ സ്പെയിൻ ഇന്നലെ ഏറ്റവും കൂടുതൽ പണിയെടുത്തത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അത് അറ്റാക്കിന് പോകുമ്പോഴെല്ലാവരും കൃത്യമായിട്ട് അവരെ പൊസിഷനിൽ ഉണ്ടാകുമ്പോൾ പോലും ആ ബോൾ എങ്ങനെ ബ്രേക്കായി പോയാൽ, അഥവാ അറ്റാക്ക് ബ്രേക്കായി പോയാൽ അടുത്ത മിനിറ്റിൽ ഡിഫെൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ പ്രിപ്പയർഡ് ആണ്. അതാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടുണ്ടായിരുന്ന കാര്യം. അതായത് ബോൾ ഫ്രാൻസിന് കിട്ടുമ്പോൾ ഫ്രാൻസിന് 1-2 പാസ് കഴിയുമ്പോഴേക്ക് ഇവർ ആ ബോൾ തിരിച്ചെടുക്കുക. കാരണം അവർ അത്രയും പ്രിപ്പയർഡ് ആണ്. അവർ ഈ പറയുന്ന നമ്മുടെ അടുത്തുനിന്ന് ബോൾ മിസ്സായാൽ അപ്പോൾ തൊട്ടടുത്ത മിനിറ്റിൽ നമ്മൾ ബോൾ എടുക്കും എന്നുള്ള രീതിയിൽ അവർ പ്രിപ്പയർഡ് ആണ്. അതുകൊണ്ടാണ് ഫ്രാൻസിന്റെ കളി കളിക്കാൻ പറ്റാത്ത പോയതും സ്പെയിന് കംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ചെയ്തത്. കാരണം മൊത്തത്തിൽ എല്ലാ രീതിയിലും അറ്റാക്കിനും പ്രിപ്പയർഡ് ആണ്, ഡിഫൻസിനും പ്രിപ്പയർഡ് ആണ്. അവർ 1-2 പാസ് മുന്നിലാണ് സ്പെയിന് ഗെയിമിൽ നിൽക്കുന്നത്. അതായത് ഇപ്പം മിഡ്ഫീൽഡിൽ മേ ബി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, യമാലിൻ്റെ അടുത്ത് നിന്ന് ബോൾ മിസ്സായി എന്ന് ആലോചിച്ച് നോക്കിക്കോ. പക്ഷെ അപ്പോഴേക്ക് ഒരു 4 ആൾ അതിൻ്റെ ചുറ്റിലും വന്നു. ഫ്രാൻസിന് അങ്ങോട്ട് നീങ്ങാനോ ഇങ്ങോട്ട് നീങ്ങാനോ പറ്റാത്ത സിറ്റുവേഷനിലായി. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിന് കളി കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് പറഞ്ഞു വന്നത്. ഇവർ ഈ പറയുന്ന വിത്ത് ബോളോ വിത്തൗട്ട് ബോളോ ആണെങ്കിൽ പോലും ഇവരെല്ലാത്തിനും പ്രിപ്പയർഡ് ആയിരുന്നു ഇന്നലെ എന്നുള്ളതാണ്. അതായത് ഫ്രാൻസിൻ്റെ കളി എന്താണ്, അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യണം, നമ്മളെ കളി എങ്ങനെ കളിക്കാം, അങ്ങനെ എല്ലാ രീതിയിലും ഇവർ പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നലത്തെ കളിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. Camely Diamond and Gold, setting trends in Calicut. 37 കളിയായി ഇപ്പൊ സ്പെയിൻ തോറ്റിട്ട്. ഇനിയിപ്പോ വരാൻ പോകുന്നത് ഫൈനലാണ്. ഇതിപ്പോ ഇവരെ എങ്ങനെ, ഇപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ച് ഫ്രാൻസ് ജയിക്കുന്ന എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വളരെ ടൈറ്റ് ആയിട്ടുള്ള കളിയായിരിക്കുന്ന ഞാൻ വിചാരിച്ചു. ഇന്നലത്തെ പോലെ ഒരു വൺ സൈഡഡ് ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ സ്പെയിൻ ടീമിനെ അവർ ഇന്നലത്തെ പോലെ കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലത്തെ പോലത്തെ കളിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതുവരെയുള്ള കളികളൊന്നും അതേപോലെ ആയിരുന്നില്ല. ഓരോന്നും അവർ അപ്ഗ്രേഡ് ചെയ്ത് വരുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഫൈനൽ വരുമ്പം അതും മാറാം എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി പ്രഷറാണ്, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന സെമി ഫൈനലിൽ വെച്ച് നോക്കുമ്പോഴാണ് പറയുന്നത്. ടീം ആരാന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ മേ ബി അവർ മാറ്റങ്ങൾ വരുത്താം. പക്ഷേ ഈ കളിയാണ് സ്പെയിന് കളിക്കുന്നുണ്ടെങ്കിൽ ഏത് ടീം വന്നാലും കുറച്ച് പാടുപെടും എന്നുള്ളതാണ്. കാരണം കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. നമുക്ക് ഇന്നത് മോശമായി പോയി എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഡോമിനൻസ് ആണ് സ്പെയിനിന്റെ. സേവ് ഉണ്ടായതൊക്കെ സേവ് അല്ല, അവസാനത്തെ, അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 ഷോട്ടോ മറ്റോ ഫ്രാൻസ് ടാർജറ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന 90 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അവസാനത്തെ ഓട്ടപ്പാച്ചലിന് നടുവിൽ പറ്റിയ കാര്യങ്ങളാണെല്ലാം.
അത്രത്തോളം ഡോമിനൻസ് ആണ് സ്പെയിനിന് ഉണ്ടായത്. ഇങ്ങനെ ഫ്രാൻസിനെതിരെ ഇങ്ങനെ കളിക്കാൻ പറ്റുവാണെങ്കിൽ ബാക്കി ടീമിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു. അങ്ങനെ അത് കളിക്കരുത് ഞാനതാ എന്നാണ്. നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഒളീസെ മാറ്റി ബാർക്കോളെ മാറ്റി വരുന്നത് റയൻ ചെർക്കിയും മറ്റേ ഡുവയാണ്. ഇത് 5-6 ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സിനെ ഇറക്കിയിട്ടും ഒന്നും ഒന്നും ചെയ്യാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല. അത് അതാണ് അത്രയും ഡോമിനൻസ് ആണ് സ്പെയിനിന്റെ. നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡോമിനൻസ് ആയിരുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് 2 തുല്യ ശക്തികൾ തമ്മിലുള്ള കളി ഇത്രയും ഒരു വൺ ടീം സൈഡഡ് ഡോമിനൻസ് ആയിട്ട്. ചെയ്ത് അതെ കാണുന്നത് കുറെ കാലത്തിന് ശേഷം അതെ ആദ്യമായിട്ടാണ്. ഞാൻ ഇപ്പം ദിലുവേട്ടൻ മേ ബി പറഞ്ഞ ആ പോലെ ബ്രസീൽ ആ ദുരന്തം 7-1 ചിലപ്പോ വേണമെങ്കിൽ പറയാം. അത് പക്ഷെ ഓർമ്മിപ്പിക്കല്ലേ? അതെ അത് പക്ഷെ നെയ്മാർ ഇല്ലാത്തോണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, പക്ഷെ അതൊന്നും അതെ ഓർമ്മിപ്പിക്കില്ലേ? അതെ പക്ഷെ അതല്ലാതെ എനിക്ക് ഓർമ്മയില്ല ഇല്ല, അങ്ങനത്തെ ഒരു ഇതിപ്പോ കളി. ഗോള് അതെ കുറവാണ് എന്ന് മാറ്റി നിർത്തിയാൽ, മേ ബി അതെ അത്രത്തോളം പോയില്ല എന്ന് മാറ്റി നിർത്തിയാൽ കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അതെ ഫ്രാൻസ് ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു എന്ന് അതെ വേണേൽ പറയുന്നത്. ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് ഇത്. അതെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് അത് ഫ്രാൻസ് ഇങ്ങനെ ആവും, അല്ലെങ്കിൽ സ്പെയിനിന്റെ അടുത്ത് ഇങ്ങനെ ആവും എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അതെ ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഫ്രാൻസ് കഴിഞ്ഞു കൂടും എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം തകിടം മറിച്ച് സ്പെയിൻ. എന്താ പറയാ, ശരിക്ക് മറ്റേ ഈ നമ്മൾ സ്പെയിനിൽ കാണുന്ന കാളകളെ പോലെ തന്നെയായിരുന്നു ഇന്നലെ. എല്ലാ സ്ഥലത്തും കുത്തിമറിച്ചിട്ടാണ് അവർ പോയത് ഉം. ഫ്രാൻസ്.